കൊച്ചിയിൽ കപ്പൽ മറിഞ്ഞപ്പോൾ കൊല്ലം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വിവിധ തീരദേശ പ്രദേശങ്ങളിൽ കണ്ടെയ്നറുകൾ അടിഞ്ഞു. ഈ കണ്ടെയ്നറുകളെല്ലാം അടിഞ്ഞപ്പോൾ മാധ്യമങ്ങളെല്ലാം തന്നെ വാർത്തകൾ നൽകി. എന്നാൽ അതിലൊരു മാധ്യമം, പ്രമുഖമായിട്ടുള്ള ഒരു മാധ്യമം, വ്യാജ വാർത്ത നൽകുകയും ചെയ്തു. ഈ വ്യാജ വാർത്ത എന്തായിരുന്നുവെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. എന്നിരുന്നാലും ഞാനൊന്ന് പറയാം. കടലിലെ മത്സ്യം കഴിച്ചാൽ ക്യാൻസർ പോലുള്ള മാരകമായിട്ടുള്ള അസുഖങ്ങൾ ബാധിക്കും എന്നായിരുന്നു വാർത്ത. ആ വാർത്ത തികച്ചും തെറ്റാണ് എന്ന് സംസ്ഥാന സർക്കാർ തന്നെ വെളിപ്പെടുത്തുകയും ചെയ്തു. ഈ വാർത്തയ്ക്കെതിരെ മുഖ്യമന്ത്രി തന്നെ രംഗത്തെത്തുകയും ചെയ്തു. ഈ വ്യാജ വാർത്ത നൽകിയ പ്രമുഖ മാധ്യമം ഒന്ന് ഓർക്കുക, കടലിന്റെ മക്കളുടെ ഉപജീവന മാർഗത്തെ തകർക്കാനാണ് നിങ്ങൾ ശ്രമിച്ചത്. നിങ്ങൾ കൊടുത്ത വാർത്തകൾ കൊണ്ട് ആശങ്കയിലായത് ആ കുടുംബങ്ങൾ മാത്രമാണ്, മറ്റാരുമല്ല. കടലിന്റെ മക്കൾ 2018 മഹാപ്രളയത്തിൽ ഇതിലും വലിയ വാർത്ത നിങ്ങൾക്ക് നൽകാൻ സാധിക്കുമായിരുന്നു. ഈ കടലിന്റെ മക്കൾ ഇല്ലായിരുന്നെങ്കിൽ ചെങ്ങന്നൂർ ഉൾപ്പെടെയുള്ള നഗരങ്ങൾ മുങ്ങിത്താന്നപ്പോൾ ഈ കടലിന്റെ മക്കൾ ചെന്നാണ് ഓരോ ജീവനെയും ജീവിതത്തിലേക്ക് പിടിച്ചു കയറ്റിയത്. അത് നിങ്ങൾ മറന്നുപോയി. മാതൃഭൂമി ചാനലിലെ നിങ്ങളത് മറന്നുപോയി. കടലിലെ മത്സ്യത്തിന് യാതൊരു വിധ കുഴപ്പങ്ങളുമില്ല, യാതൊരു വല്ല വിഷങ്ങളുമില്ല. ഫ്രഷായിട്ടുള്ള മത്സ്യം കഴിച്ചാൽ യാതൊരു പ്രശ്നവുമില്ല എന്ന് ശാസ്ത്രജ്ഞന്മാർ വരെ പറയാറുണ്ട്. ഇന്ന് ചെറിയഴിക്കിൽ വെച്ച് ഈ വ്യാജ വാർത്തയെ പുറംകാലുകൊണ്ട് തട്ടിത്തെറിപ്പിക്കുകയാണ് മത്സ്യത്തൊഴിലാളികൾ, ഇല്ലെങ്കിൽ കടലിന്റെ മക്കൾ. ഒരു സമുദ്ര സദ്യ ഒരുക്കിയാണ് അവർ ഈ വ്യാജ വാർത്തയെ പുറംകാലുകൊണ്ട് തട്ടിത്തെറിപ്പിക്കുന്നത്. ആലപ്പുഴയുടെ പ്രിയങ്കരനായ MP KC വേണുഗോപാൽ, കരുനാഗപ്പള്ളിയുടെ പ്രിയങ്കരനായ MLA CR മഹേഷ്, ആലപ്പാടിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് തുടങ്ങിയ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സമുദ്ര സദ്യ കഴിച്ച് ഈ വ്യാജ വാർത്തയെ പുറംകാല കൊണ്ട് തട്ടിത്തെറിപ്പിക്കുകയാണ്.